ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീനൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി ബീഫ് മപ്പാസ് തയ്യാറാക്കാം. ബീഫൊക്കെ നമ്മൾ എപ്പോഴും ഒന്നെങ്കിൽ ബീഫ് കറി, ബീഫ് സ്റ്റൂ ഒക്കെ അല്ലേ വെക്കാറുള്ളൂ. മപ്പാസ് ഒന്നും അധികം അങ്ങനെ ആരും ഉണ്ടാക്കാറില്ല. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ സ്റ്റൂവിന് പകരമായിട്ട് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു നമുക്ക് അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെയും കഴിക്കാം. ആവശ്യത്തിന് എരിവൊക്കെ ഉള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു മിക്സർ ജാറിലേക്ക് കുറച്ച് കുരുമുളകും പെരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രമിക്കുക. പൊടികൾ ഉപയോഗിക്കുന്നതിൽ നല്ലത് നമ്മളായിട്ട് തന്നെ ഇങ്ങനെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. ഞാനത് മുഴുവനായിട്ട് പൊടിച്ചിട്ടില്ല, ചെറിയ ചെറിയ തരികളോടെ കേട്ടോ പൊടിച്ചെടുത്തിരിക്കുന്നത്. നമുക്കിനി ബീഫ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകിയെടുത്തതാണ്. ആ ബീഫിൽ ആ ചോരയുടെ അംശമൊക്കെ നന്നായിട്ട് കളഞ്ഞാൽ മാത്രമേ നമ്മുടെ കറിക്ക് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ആ ചോരയുടെ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഉളുമ്പിൻ്റെ ചൊവയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിനാഗിരിയൊക്കെ വെച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. നമുക്കിനി അതിലേക്ക് ഒരു 5-6 ഉള്ളിയും വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് ചേർക്കുന്നതാണ് നല്ലത്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയും കുറച്ച് ഉപ്പും മഞ്ഞളും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 3 വിസിലടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതായത് ഒരു പകുതി ഒരു വേവാവുന്നവരെ. അങ്ങനെ പകുതി വേവാക്കി എടുത്തു കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് കിഴങ്ങ് സെപ്പറേറ്റായിട്ട് വേവിക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റായിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ബീഫ് പകുതി വെന്ത് കഴിയുമ്പോഴാണ് അതിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കിഴങ്ങ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം. നമുക്കിനി അതൊന്ന് വെന്ത് മാറ്റി കഴിയുമ്പോഴേക്കും നമുക്കതിൽ കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കുരുമുളകും ഏലക്കയും മറ്റേ കറുവപ്പട്ടയും എല്ലാം കൂടെ ഒന്ന് 2 തക്കോലവും 2 ഗ്രാമ്പും ഒക്കെ കൂടെ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് സവോളയും. ഞാനിവിടെ ഒരു 3 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ നന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്, ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കുറച്ച് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ ഞാൻ അരച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചതച്ചാണെങ്കിലും വെള്ളം ചേർക്കാം, പക്ഷേ അരച്ചിട്ട് ചേർക്കുന്ന ഒരു പ്രത്യേക ഫ്ലേവറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അരച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ മസാല പൊടിച്ചില്ലേ അതേ ജാറിലിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. കുറച്ച് വിനാഗിരിയോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ട് അരയ്ക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വിനാഗിരി ഇല്ലെങ്കിൽ കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതി. വിനാഗിരി നാരങ്ങാനീര് ഏതെങ്കിലും ഒന്ന് മതി. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാവുന്നത് വഴറ്റി കൊടുക്കാം. നന്നായിട്ടിത് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം നമ്മുടെ നേരത്തെ പൊടിച്ച് വെച്ച മസാലയും പിന്നെ ബീഫ് മസാലയും സാധാ നമ്മുടെ ഗരം മസാലയും. ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുളക് പൊടിയൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യത്തില്ല. നമ്മൾ എല്ലാം പച്ചമുളകാണ് നമ്മൾ ഇതിന് എരിവിന് വേണ്ടി ചേർക്കുന്നത്. പിന്നെ നമ്മൾ കുരുമുളക് കൂടി ആവശ്യത്തിന് ചേർക്കുന്നുണ്ടല്ലോ. പിന്നെ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അരച്ചപ്പോഴേക്കും അതിനകത്ത് വിനാഗിരി ചേർത്ത് അരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വിനാഗിരി കുറച്ച് അധികമായിട്ട് ചേർത്തിട്ടുള്ളതാണെങ്കിൽ തക്കാളി ഇപ്പോൾ ചേർക്കണ്ട. ഞാൻ നേരത്തെ കുറച്ച് അളവിൽ വിനാഗിരി ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കുഞ്ഞ് തക്കാളി ചേർത്ത് കൊടുത്തത്. നേരത്തെ വിനാഗിരി ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തക്കാളി ചേർക്കണ്ട. അപ്പോൾ പുളി ഒരുപാടായി പോകും. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നിന്ന് ഒരു ഇച്ചിരി നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ബീഫും കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയുടെ ആ ഒരു വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് പറ്റി ഒന്ന് കുറുകി തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കിഴങ്ങും ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളച്ച് ഈ വെള്ളമൊക്കെ ഒരല്പം ഒന്ന് പറ്റി വരുന്നവരെ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ച് കൊടുക്കണം. അങ്ങനെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു അരമുറി തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചതാണ്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് എന്തോരം ചാറാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഈ തേങ്ങാപ്പാൽ വറ്റിച്ചെടുക്കാം. കുറച്ച് ചാറോടുകൂടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പറ്റിക്കാതെ എടുക്കാം. ഒട്ടും ചാറ് വേണ്ടാതെ ആണെങ്കിൽ ഇത് തിളപ്പിച്ച് നന്നായിട്ട് പറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിൽ ചാറിലായിട്ടാണ് എടുക്കുന്നത്. ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിലായിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ കുറുകി വന്നപ്പോഴേക്കും ഞാൻ 1ാം പാൽ ഒഴിച്ചു കൊടുത്തു. 1ാം പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം 1ാം പാൽ ചേർത്ത് കൊടുക്കാൻ. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. തേങ്ങാപ്പാൽ 1ാം പാൽ നമ്മൾ വളരെ കുറച്ച് അളവിലേ ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കറി ഒരുപാട് ലൂസായി പോകും. ഇത് തണുത്ത് കഴിയുമ്പോൾ പിന്നെ കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ 1ാം പാലും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച്
ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുരുമുളക് പൊടി ഇടാഞ്ഞത് ഞാൻ നേരത്തെ ഇട്ട കറക്റ്റ് കുരുമുളകായിരുന്നു. അപ്പോൾ ഇനി ഇട്ടാൽ ചിലപ്പോൾ അധികം എരിവായി പോകും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുരുമുളക് ഇടാഞ്ഞത്. നമുക്കിനി അതൊന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു പാനിലിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും മുളകും, ഒരു ഉണക്കമുളകും, പിന്നെ കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും കിസ്മിസും ഇല്ല. അത് ഞാനിവിടെ അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടില്ല. എൻ്റെ അടുത്ത് അണ്ടിപ്പരിപ്പ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് ചേർക്കാഞ്ഞ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് ആ നെയ്യിലൊന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ട് ഒന്ന് ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു പ്രത്യേക നെയ്യുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ആ നെയ്യുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ നമ്മുടെ ബീഫ് മപ്പാസിന് നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ആഡ് ചെയ്ത് ഒന്നുകൂടെ വറുത്ത് വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ബീഫ് മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതെങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.